യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം ആശംസിക്കുക. പ്രത്യേകിച്ച് ആശംസിക്കുമ്പോൾ ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു ദിവസമായി മാറട്ടെ ഇന്ന്. അതായത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്, സമാധാനമാണ്, ആശ്വാസമാണ്. നമുക്ക് ആർക്കും ബഹളം വയ്ക്കാൻ ഇഷ്ടമില്ല, സങ്കടം വരാൻ ഇഷ്ടമില്ല, ഒന്നുമില്ല. പക്ഷേ എപ്പോഴും സന്തോഷത്തിലാകാൻ നമുക്ക് ആഗ്രഹമുണ്ട്. എങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കുക. ഇന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷം മാത്രം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നാം ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നത് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടായിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? വഴിയുണ്ട്. തമ്പുരാൻ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആസ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീതിയും നന്മയും പ്രവർത്തിച്ചു. മതി. പ്രിയമുള്ളവരെ, സന്തോഷവും സമാധാനം കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗങ്ങൾ ഒന്ന്, ദൈവസന്നിധിയിൽ നീതിയും നന്മയും മാത്രം പ്രവർത്തിക്കുക. അപ്പോൾ എന്തു ചെയ്യും? അവിടെ വലിയ സന്തോഷം കിട്ടും. അപ്പോൾ ആസ രാജാവാണ് തൻ്റെ രാജ്യത്തിലെ ജനങ്ങളോട് മുഴുവനും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ പറഞ്ഞു. പറയുക മാത്രമല്ല, ആസ രാജാവ് അങ്ങനെ ജീവിക്കുകയും ചെയ്തു. ഓർക്ക പ്രിയമുള്ളവർ, ആസ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ നിയമങ്ങൾ പാലിക്കുക മാത്രമല്ല, നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ അന്വേഷിച്ച പോലെ അന്വേഷിക്കണം. അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. അപ്പം എന്ത് ചെയ്തു? അവിടെ സമാധാനം മാത്രം. പ്രൈസ് ദി ലോർഡ്. 2 ദിനവൃത്താന്തം 14:5 വായിക്കുന്നുണ്ട്, ആസ രാജാവിൻ്റെ കാലത്ത് രാജ്യത്ത് സമാധാനം നിലനിന്നു. ഓർക്കുക പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നന്മ ചെയ്ത് ജീവിക്കുമ്പോൾ അത് തിന്മ കയറില്ല, സമാധാന സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ സന്നിധിയിൽ നീ പറയുന്ന കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിച്ചുകൊണ്ട് നിന്നോട് ചേർന്ന് ജീവിക്കുമ്പോൾ കർത്താവേ, നീ ഞങ്ങൾക്ക് സമാധാനം, സന്തോഷം എല്ലാം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. നിൻ്റെ മുന്നിൽ നിഷ്കളങ്കമായി ജീവിച്ചുകൊണ്ട് നീ തരുന്ന സമാധാനം, സന്തോഷം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമാധാനം എടുത്തു മാറ്റുന്നതെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുവാനും നിന്നോട് വിശ്വസ്ത പ്രവൃത്തി ജീവിക്കാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്കിന്ന് അതിനുവേണ്ടി ശ്രമിക്കാം. ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുവാനും തമ്പുരാൻ തരുന്ന സമാധാനം അനുഭവിക്കാനും നമ്മൾ ഓരോരുത്തരും കർത്താവ് ശക്തിപ്പെടുത്തട്ടെ. ഇതാ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് നിങ്ങൾ ഇന്ന് സമർപ്പിക്കേണ്ടത്, നിൻ്റെ ജീവിതത്തിൽ ഈ സമാധാനം, സന്തോഷം അനുഭവിക്കാൻ തടസ്സം നിൽക്കുന്ന ചില തിന്മയുടെ കെട്ടുകളുണ്ട്, ചില കൽപ്പനകളുടെ ലംഘനങ്ങളുണ്ട്. അതൊക്കെ സമർപ്പിക്കണം. എനിക്ക് പറ്റാത്ത അവസ്ഥയായിരിക്കാം, പക്ഷെ ഞാൻ എൻ്റെ നിയോഗങ്ങളും എൻ്റെ ബലഹീനതകളും ഈ പാപത്തിൻ്റെ അവസ്ഥകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ ദൈവം എടുക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറക്കരുത്, സമാധാന സന്തോഷം അനുഭവിക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവകൽപ്പനകൾ അനുസരിക്കുക, ചട്ടങ്ങളെല്ലാം പാലിച്ച് ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതാ നീ സമർപ്പിച്ച നിയോഗങ്ങൾ അൽത്താരയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മറക്കരുത്, സമാധാനത്തിന് ദൈവത്തോട് കൂടിയാകുക, കൽപ്പന അനുസരിക്കുക.